നമസ്കാരം. കുറേ ആയി യൂട്യൂബിലൊന്നും വരാൻ പറ്റില്ല, ഓരോരോ തിരക്കുകൾ കാരണം. അപ്പം ഇന്നാണ് ഇത്തിരി കുറച്ച് സമയം കിട്ടിയത്. ഇതിലിപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് നമ്മളിപ്പം എഗ്ഗ് കൊണ്ടുള്ള പരിപാടി. നമ്മളിപ്പോൾ ഓംപ്ലേറ്റ് കണ്ടിട്ടുണ്ട്, എഗ് ചില്ലി കണ്ടിട്ടുണ്ട്, എഗ് ചില്ലി കണ്ടിട്ടുണ്ട്, ഗ്രീൻ പീസ് മസാല അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാനിത് ചില്ലി മസാലയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ തന്നെ എൻ്റെ ഗവേഷണത്തിൽ തന്നെ ഞാൻ കണ്ടുപിടിച്ചിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ 2 കോഴിമുട്ട. ആ 2 കോഴിമുട്ടയ്ക്ക് ഏകദേശം 1 സവോള ഫുള്ളായിട്ട് വേണം. നമ്മൾ 10 ഓംപ്ലേറ്റിലാണ് 1 സവോള ഏകദേശമൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 സവോള, തക്കാളി ഇത്തിരി തക്കാളി കൂടുതൽ വേണം, തക്കാളി മസ്റ്റാണ്. അപ്പം ആ തക്കാളി, സവോള, കോഴിമുട്ട. ഇതിന് വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. അപ്പം ഇത്രയും സാധനങ്ങൾ മാത്രമാണ് നമുക്ക് വളരെ എന്താ പറയുക സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിയോടുകൂടി വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. അപ്പം ഞാനത് ഉണ്ടാക്കി ഇനി ബാക്കി നോക്കിയിട്ട് ഞാൻ വരാം. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. എണ്ണയും കൂടി എടുത്തു. ഇത് നമ്മുടെ തന്നെ വെളിച്ചെണ്ണയാണ്, നമ്മുടെ വീടുകളിലേക്ക് എത്തിയെടുക്കാൻ നല്ല ആട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ് ഇത്. അപ്പം നമുക്ക് അറിയാമല്ലോ, നമുക്ക് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ അറിയാവുന്നവർക്ക് അറിയാം എനിക്ക് എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് എന്നൊക്കെ. അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഇത് അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് നോക്കാം. അതിനകത്തേക്ക് ഇത് ഞാൻ തന്നെ മൊബൈലിൽ പിടിച്ച് ചെയ്യുന്നത് കൊണ്ട്, വേറെ ആരും നമുക്ക് ക്യാമറ ഷൂട്ടിനോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് തന്നെ പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം വെളിച്ചെണ്ണ നന്നായി ഒഴിച്ച്, അപ്പം ഞാൻ തന്നെ ഒറ്റയ്ക്ക് തന്നെ പിടിച്ചത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. വെളിച്ചെണ്ണ നന്നായി മൂത്തതിന് ശേഷം നമുക്ക് നന്നായി മൂത്തു. അതിന് ശേഷം നമുക്ക് അതിനകത്ത് കുറച്ച് സവോള ആദ്യം ഇടാം. സവോള ഇട്ടു. സവോള ഇട്ടത് നല്ലപോലെ നല്ല ചുവന്ന് വരുന്ന രീതിയിൽ നമ്മൾ ഇത് വതക്കിയെടുക്കണം. അപ്പം ചുവന്ന് വരുന്ന രീതിയിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം.